മൈൻക്രാഫ്റ്റാണ്. ഇതിപ്പോൾ രാത്രിയാണ്. നമുക്ക് ഈ ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലം പോലെയാക്കാം. നമുക്ക് മൈൻഡ് ചെയ്താൽ ഇതുപോലത്തെ ഒരു സ്ഥാനം കിട്ടും. ഈ സാധനത്തിനെ കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. സോംബിനെല്ലാം ഒച്ച വെക്കുന്നുണ്ട് ഗായ്സ്. നമുക്ക് ഈ ബ്ലോക്കെല്ലാം മൈൻഡ് ചെയ്തിട്ട് ഈ സാധനം വെക്കാം. നമുക്ക് ഈ ബ്ലോക്ക് ഇവിടെ വെക്കാം. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ദവടിയും കൂടി അങ്ങനെ വെക്കാം. കുറേ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഏതോ വലിയൻ്റെ മേലെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈടെയും കൂടി അടക്കാം. ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി ഈ രണ്ട് സ്ഥലത്തും കൂടി വെക്കാം. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ഇതും കൂടി വെക്കാം. വേണ്ട ഗൈസ്, താഴത്തേൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ മൂലക്ക് മാത്രം ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കി സ്ഥലത്ത് നമുക്ക് വുഡ് വെക്കാം. നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വുഡ് വെക്കണം. പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ട് വുഡ് എടുക്കാൻ കഴിയില്ല. കുറേ സോംബിയുണ്ട് ഇവിടെ. ഒരു ഫർണസ് ഉണ്ടാക്കാം.
ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫർണസ് ഇവിടെ വെക്കാം. എന്നിട്ട് എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യാം. ഫുഡ് സ്മെൽറ്റ് ചെയ്യാം നമുക്ക്. അത് ഒന്ന് സ്മെൽറ്റ് ആയിട്ടുണ്ട്. രണ്ടെണ്ണം സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ബീഫും കൂടി സ്മെൽട്ടാക്കാം. രണ്ട് ബീഫ് കിട്ടിയിട്ടുണ്ട്. ഒരു ബീഫും കൂടി കിട്ടിയിട്ടുണ്ട്. ഷീപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ചിക്കനും കൂടി സ്മെൽറ്റ് ചെയ്യുക. ചിക്കൻ സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡെല്ലാം അങ്ങനെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. രാവിലെ ആയാൽ നോക്കട്ടെ. രാവിലെയായി. ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ട്. അത് പോയി ഗൈസ്. ഭാഗ്യത്തിന് ഒന്നും കഴിച്ചില്ല. ഇപ്പം നമ്മൾ ചത്തേനെ. അവിടെ ഒരു ക്രീപ്പറും കൂടി ഉണ്ട്. വേഗം പൊട്ടി തെറിപ്പിക്കണം. നമുക്ക് ഫുഡെല്ലാം കഴിക്കാം. നമുക്ക് ഇവിടെ പൊട്ടിയ സാധനങ്ങളെല്ലാം വെക്കാം. അത് ഞാൻ വിചാരിച്ച് ഈ ഹാർഡ് കോഡ് പോയിന്ന്, പക്ഷെ പോയിട്ടില്ല. നമ്മൾ ഇതങ്ങ് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഷീപ്പിനെ നമുക്ക് കൊല്ലാം. ആ ഷീപ്പിനെ കൊന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിനകത്ത് വരാം. ഗൈസ്, നമുക്ക് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ആക്കാം. പൊട്ടിയതെല്ലാം നമുക്ക് നേരെയാക്കി വെക്കാം. ഇവിടെ ക്രീപ്പർ സമയം കത്തിയുന്നുണ്ട്. ക്രീപ്പർ ഒന്നും കത്തിയിട്ടുണ്ട്. 2 ക്രീപ്പർ ഉണ്ട്. ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ക്രീപ്പറിന് ഡീസ്പോണാണ്. ക്രീപ്പർ ഡീസ്പോണായ ഗൈസ് നമുക്ക് ക്രീപ്പർ ഡീസ്പോണായി നോക്കാം. ഗൈസ് അത് സ്മെൽട്ടായിട്ടില്ല.
അവിടെ ക്രീപ്പർ ചത്തിട്ടില്ല. നമുക്ക് 2 ഊള് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഡോർ ഉണ്ടാക്കിയിട്ട് വെക്കണം. ആ ക്രീപ്പർ ചത്തിട്ടില്ല ഗൈസ്. നമുക്ക് വെള്ളത്തിൽ പോയിട്ട് ക്രീപ്പറിനെ പൊട്ടിക്കാം. അപ്പം നമുക്ക് ഹെൽത്ത് പോവില്ല. ആ ക്രീപ്പർ പൊട്ടി ഗൈസ്. കുറച്ച് ഹാർട്ടേ ഉള്ളൂ നമുക്ക്. ഗൈസ് ആ ട്രൈഡൻ്റ് എറിഞ്ഞിട്ട് നമ്മളിപ്പം ചാവേനു. നമ്മളിപ്പോൾ അത് കൊല്ലുവേനു. നമുക്കിതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. ഇത് നമുക്ക് സ്മെൽട്ട് ചെയ്യാൻ ഉപയോഗിക്കും. ഗൈസ് നമുക്കിനി ഇത് അങ്ങോട്ടേക്ക് പോകണം. ഗൈസ് നമുക്കിനി ഇതെടുത്തിട്ട് ഇങ്ങോട്ട് പോവാം. ഗൈസ് ഇനി നമുക്ക് ഈ ഡർട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഗൈസ് നമുക്ക് നോക്കട്ടെ. ഗൈസ് നമുക്ക് ഇവിടെ ഇനി ഒറ്റൊരു സാധനം കൂടി ഉള്ളൂ. അതാ ഗൈസ് നമ്മുടെ വെള്ളത്തിൽ വീണ്. ഇപ്പം നമ്മുടെ ഇത് കൊല്ലുന്നു. നമ്മൾ എറിയുന്നുണ്ട്. ട്രൈഡൻ്റിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇതാടെയാണ് ഗൈസ് ഉള്ളത്. ട്രൈഡൻ്റ് എറിയുന്നുണ്ട്. ഗൈസ് ഇതാ ട്രൈഡൻ്റ് എറിയുന്ന ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. ഇല്ലേ നമ്മളിപ്പോൾ ചാവും. കുറച്ച് ഹാർട്ടേ ഉള്ളൂ. അത് ആ ഷീപ്പുണ്ട്. ആ ഷീപ്പിനെ കുറിച്ച് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുക. ആർക്കോളാണ്. ചത്താൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. ആ ഷീപ്പിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇനിയും കൂടി കൊല്ലണം. ഗൈസ് ആടെ ഒരു ഇതുണ്ട്. ഗൈസ് അതിന് കൊല്ലണം നമുക്ക്. ഗൈസ് നമുക്ക് അതിനെ കൊല്ലണ്ട. ഗൈസ് നമുക്കതിനെ കൊല്ലണം. ഇവിടെ ഒരു ചെക്കൻ വന്നിട്ടില്ലേ. അവൻ്റെ പേരാണ് ഷാൻ കെ. എൻ്റെ ഫ്രണ്ടാണ്. ഷാനെ ഫ്രണ്ടൊന്നുമല്ല. ഇവൻ പലതും പറയും. ഗൈസ് നമുക്ക് ആ ട്രെയിനെ നമുക്ക് അവനെ കൊല്ലാം. അവനല്ല ഇതേ സാധനത്തിന് കൊല്ലാം. ഗൈസ് ഇവിടെ 2 ടോം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാതെ. ഗൈസ് നമുക്ക് പുതിയ വീടെല്ലാം ഉണ്ടാക്കണം. നമുക്ക് ഒരു ഒറ്റ വീടില്ല. നമുക്കിനി ഒരു ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കി നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നൈറ്റ് ആയിട്ടില്ല ഗൈസ്. നമുക്ക് ഡോർ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാം. 5 ഡോർ ഉണ്ടാക്കി പോയി ഗൈസ്.
നമുക്ക് ഈ ഡോർ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതാ ഗൈസ് ഒരു കാര്യം ഗൈസ്, എന്താ രാത്രിയാകുമ്പോൾ സോംബിയെല്ലാം പിടിക്കും ഗൈസ്. ഹാർഡ് കോൾ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയും. ഇവനോട് ഞാൻ സംസാരിച്ച് മടുത്ത് ഗൈസ്. ഷാനിനോട് ഇനി ഗൈസ് അതാ രാത്രിയാകുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം ബെഡ് വെച്ച് കിടന്നുറങ്ങാം. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വീഡിയോ ഒക്കെ അല്ല അറിയാം. എൻ്റെ അമ്മ പറഞ്ഞാന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ആട്ടെ ഗൈസ്. ഉറങ്ങാൻ കഴിയുന്നില്ല ഗൈസ്. നൈറ്റ് ആയാവുന്നു, നൈറ്റ് ആയെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് എന്തായാലും ഒച്ച കേൾക്കുന്നുണ്ട്. നൈറ്റ് ആയെന്ന് ഒന്നും കൂടി നോക്കട്ടെ. നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഗൈസ്. പൊട്ടിച്ചിട്ട് നോക്കണ ഗൈസ്. ഇതൊന്ന് നോക്കാം ഗൈസ്. രാത്രി ഒന്നും കൂടി നോക്കട്ടെ. അല്ല രാത്രി അതിന് മുന്നേ രാത്രി ആയി എന്നിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഗൈസ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് ഗൈസ്, എന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഗൈസ് ഇത് നമുക്ക് കുറേ ആക്കാൻ കഴിയും, പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. ഗൈസ് അതിന് ഉറങ്ങാൻ കഴിയോ? എൻ്റെ ഗൈസ് ഉറങ്ങാനും കഴിയുന്നില്ല. നൈറ്റായി ഗൈസ്, എന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അതാണ് ഗൈസ് ഉറങ്ങാൻ കഴിയാത്ത. നമുക്ക് താഴെ അടിയിലോട്ട് കുഴിച്ചിട്ട് കടന്നുറങ്ങാം. നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഈ ബൊഡും പൊട്ടിച്ചിട്ട് താഴെ പോയിട്ട് കടന്നുറങ്ങാം. നമുക്ക് താഴോട്ട് കുറേ കുഴിച്ച് പോയിട്ട് അവിടെ കിടന്നുറങ്ങാം. ഗൈസ് ഈ ഷാനിനെ കൊണ്ട് ഞാൻ തോറ്റ്. ഈ ഷാൻ എന്നെ മൈൻഡ് ചെയ്യാൻ വിടുന്നില്ല. ഗൈസ് വെറുതെ പറയുന്നതാണ് ഗൈസ്. ഗൈസ് വെറുതെ പറയുന്നതാണ്. ഗൈസ് ഇവനില്ലേ എൻ്റെ സ്കൂളിൽ വന്നിട്ട് വലിയ ഷോ ആക്കുന്നവനാണ്. തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഞാനാണ് സ്കൂൾ ലീഡർ. എന്നിട്ട് പോയിട്ടാണെന്ന് ഇവൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ തന്നെ ലീഡർ കണ്ടാ പറയുന്നത്. ഞാൻ തന്നെയാ ഗൈസ് ലീഡർ. എൻ്റെ യൂട്യൂബിലൊന്നുമില്ല, ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. വേണേ പോയിട്ട് കണ്ടു നോക്ക്. നമ്മൾ കടന്നിട്ടുണ്ട്. നമുക്ക് ഈ ബൊഡും പൊട്ടിച്ചിട്ട് മേലോട്ട് പോവാം. ക്രീപ്പറും സ്കെൽട്ടനാണ് നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ടൊരു നല്ല പാട്.
ഗൈസ് ആ ഷാന് പോയി. ഇനി നമുക്ക് ഇത് കുഴിച്ച് മൂടിയ സ്ഥലം നമുക്കൊന്ന് അടച്ചു നോക്കാം. നമുക്ക് നേരെ പോവാം. ആ ക്രീപ്പർ, ആടെ ഒരു ക്രീപ്പർ ഉണ്ട്, അതും കൂടി ഇപ്പം പൊട്ടിത്തെറിച്ച് നമ്മൾ ചാവും. 2 ക്രീപ്പർ ഉണ്ട് ഗൈസ്. നാടെ ഒന്ന് ഇടിയൂ. ആ പന്നീനെ കൊല്ലണമെന്നുണ്ട്, പക്ഷെ കൈവിട ക്രീപ്പർ നമ്മളെ ബാക്കിൽ വന്ന് പൊട്ടിത്തെറിക്കും. നമ്മൾ ഹാർഡ് കൊളങ്ങ് പോവും. ആ ക്രീപ്പർ ചാത്ത ആ ക്രീപ്പർ ഓടിത്തെറിച്ച് നമ്മൾ കുറച്ച് ഹാർട്ടേ പോയിട്ടുള്ളൂ. ഈ ഷാന് പിന്നെയും വന്ന് ഈ ഷാന് എന്നെ ചിരിപ്പിക്കുന്നു. എന്നെ വീഡിയോ ഇടാൻ പെടുന്നില്ല. നമുക്ക് 2-3 ടോട്ടൽ ഫ്ലഷ് കിട്ടിയിട്ടുണ്ട്, അത് തിന്നാം. ഇവിടെയും കൂടി കുറച്ച് ക്രീപ്പർ റോട്ടി ഇപ്പം കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് എടുക്കാം. ഈ നമുക്ക് ഷാനെ കാണിച്ചു തരണേ. നമുക്ക് ഷാനെ കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ അങ്ങനെയല്ല, സ്ക്രീൻഷോട്ട് എന്താ ഞാൻ ചെയ്ത് എന്താണെന്ന് അറിയില്ല ഗൈസ്. ഈ തടിയും വന്നിട്ട് എന്നെ വീഡിയോ ചെയ്യാൻ പെടുന്നില്ല ഗൈസ്. ഈ തടിയാ ഒന്നും ചെയ്യലടാ മോണ്ണെ. ഇതാ നിങ്ങൾ തന്നെ പോട്ടോ മോണ്ണെ. ആ പൊട്ട, നിങ്ങൾക്കൊന്നും അറിയില്ലാലോ. എനിക്കറിയാടാ, നീ പോയിട്ടാണ് പൊട്ടാ. എന്നോടല്ല ചോദിച്ചിന്, എന്നോടാന്ന് ചോദിച്ചിന്. ഏത് പൊട്ടെ? ആ നെച്ചിനോടെ പോണേ. എന്താ പോടാ, നീ പോടാ, നീ പോടാ, നീ പോടാ ഗൈസ്. ഇവിടെ നമുക്ക് കുറച്ച് ഇതെല്ലാം മൈൻഡ് ചെയ്യാം ഗൈസ്. ഇവിടെ കുറച്ച് മൈൻഡ് ചെയ്യാനൊന്നുമില്ലേ, ഈ മരം നമുക്ക് മൈൻഡ് ചെയ്യാം. ഇതെന്റെ സ്കൂളിലെ എൻ്റെ ഫ്രണ്ടാണ്. ഇവൻ വെറുതെ പറയുന്നതാണ്. തുപ്പൽ പൊട്ടാസിന് എന്നെ ജയിക്കാൻ മരുന്നാണ് എന്നോട്. നമുക്ക് ഈ ഫുഡെല്ലാം മൈൻഡ് ചെയ്തെടുക്കാം. ഈ തടീനൊന്നും അറിയില്ല ഗൈസ്. ഇത് എന്തെല്ലാം മൈൻഡ് ചെയ്ത് വെക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് എന്തെല്ലാം മൈൻഡ് ചെയ്ത് വെക്കുന്നത് ഗൈസ്. ഇപ്പം ഫുഡ് മൈൻഡ് ചെയ്യലാണ് ഗൈസ്. ഞാൻ അതിൽ നിന്ന് ഫോൺ മേടിച്ചിട്ടുണ്ട്. പശുവിൻ്റെ സൗണ്ട്, ആ പശുവിനെ നമുക്ക് കൊല്ലാം. രാവിലത്തേക്ക് ഫുഡ് ആവുമല്ലോ. പക്ഷെ ആ ഫുഡ് നമ്മളുടെ അടുത്ത് കുറേ ഉണ്ട്. ഇതാ പക്ഷെ ഹങ്കർ ഓർന്നില്ല. ആ കോയിന്, ആ കോയിൻ, ആ കോയിനെ കൊല്ലാം നമുക്ക്. ആ കോയിന് ഓടുന്നു. കോയിനെ കൊല്ലാൻ കോയിനൊക്കെ സോഡിനെ കൊണ്ടടിച്ച. പിന്നെ കോയി ചാകാണ്ട് ഷാനെ. പിന്നെ പശുവിനെ അടിച്ചാലൊന്നും ആയിട്ടില്ലല്ലോ. പശു അങ്ങോട്ട് ഓടിപ്പോയിട്ടാണ്. അല്ല കൈസ്, പശു അങ്ങോട്ട് ഓടിപ്പോയിട്ടില്ല കൈസ്. പശുവിനെ കൊന്നു കണ്ടാ ഷാനെ. എങ്ങനെയുണ്ടാ കൈസ്? നമുക്ക് ഈ മരമെല്ലാം വെട്ടിക്കളയാം. ഗൈസ് എൻ്റെ ചെവിയിൽ എന്താ
എൻ്റെ ചെയിന് മറ്റേ ഇങ്ങനെ വെക്കുന്ന സാധനം എടുത്തിട്ട് ഓനെടുത്ത് വെക്കുന്ന സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് നീ കോഴി കൊല്ല ഈ ഫുഡ് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം മൈൻഡ് ചെയ്യാം, ഫുഡും കൂടി മൈൻഡ് ചെയ്യാം. എന്തെല്ലാം ഗൈസ് ഇവനുണ്ട് എന്നെ ഇതിനകത്ത് എടുത്തിട്ട് എന്തെല്ലാം വെച്ചാന്നെല്ലാം പറയുന്നു ഗൈസ്. ഞാൻ തമാശ കളിക്കുന്നതാണ് ഗൈസ്. എന്തെല്ലോ എന്നെ വീട്ടിൽ കയറി വന്നിട്ട് തമാശ കളിക്കുന്നു. ഇവനെ ഒന്നും വിശ്വസിക്കണ്ട. 64 ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 64 ഇതും കൂടി വേണം. ഇവിടെ ഒരു ഇതുണ്ട്, ഇതിനെ നമുക്ക് അടിച്ച് കൊല്ലണം. പെറ്റാക്കാൻ നമ്മൾ ഗൈസ് ഇവിടെ ഇതിനെ പെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ലുണ്ടെങ്കിൽ ഇതിനെ പെറ്റാക്കാൻ കഴിയുള്ളൂ. ഇതന്നെ ഇൻവെർട്ടറിയിൽ കയറാത്ത കയറുന്നില്ല ഗൈസ്. എന്തെങ്കിലും ആയിരിക്കും. ഇൻവെർട്ടറി അറിഞ്ഞ ഇൻവെർട്ടറി അറിഞ്ഞു നമുക്ക് എല്ലില്ലടാ. അതിനൊക്കെ വന്നിട്ട് എല്ലാം ആക്കാൻ പറ്റൂലേ? വളക്കാക്കാൻ കഴിയൂ. എല്ല് കൊടുത്ത് വളർത്തുന്ന ജീവിന എല്ല് കൊടുത്തിട്ട് പറയാൻ പോലും അറിയില്ല. ഇവന് പറയാൻ അറിയില്ല. അപ്പോഴാ ഇവന് ഈ ഗെയിം കളിക്കാൻ പോലും അറിയില്ല. ഞാൻ ഹാർഡ് കോള് ചത്തമ്പിനെ കളിക്കാൻ കഴിയില്ല. ഇവന് ഈ ഗെയിം കയറ്റിയപ്പോൾ തന്നെ ഹാർഡ് കോള് ചത്തിട്ട് ഞാൻ വീട് വരുന്നുണ്ട്. ഹാർഡ് കോളിൽ ഇവന് ഹാർഡ് കോളിൽ വീട് വരെ ഇടാൻ അറിയില്ല. പേടിയാണ്. ഹാർഡ് കോളിൽ തുടങ്ങിയ രാത്രിയായപ്പം ഒരു ബെഡും കിട്ടാണ്ട് ക്രീപ്പർ വന്നിട്ട് നമുക്ക് എന്നാല് ഇവന്റെ തലയിൽ പേനുണ്ടേ, അത് നോക്കണോ? ഒലക്ക ഇവൻ വെറുതെ പറഞ്ഞ ഗൈസ്. ഇവനെ കൊണ്ട് ഒലക്കറിയില്ല ഗൈസ്. ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഇവൻ ഫുള്ള് പൊട്ടനാ. ക്ലാസ്സിൽ നിന്ന് പരീക്ഷ ഉണ്ടെങ്കിൽ പരീക്ഷ വരെ എഴുതാണ്ട് എന്നെ കോപ്പി അടിക്കാൻ വേണ്ടിട്ട് വന്നിയാണ്. അതാണ് ഈ ചെക്കൻ ഗൈസ്. എന്ത് മതി പോയേ നമുക്ക് ഇവിടെയുള്ള എല്ലാം മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ടോർച്ച് വെച്ച് മൂടണം. ഈ പട്ടി കുറേ സമയമായി ഇവിടുന്ന് ഇരുന്ന് കളയുന്നു. കുറേ ഫുഡ് കിട്ടിയില്ല. ഇതിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഇതെല്ലാം ഉണ്ടാക്കാം. 90 + 60 600 ഉണ്ടാക്കാം. 64 ആയിട്ടുണ്ട്. ഉറങ്ങാനായ ഗൈസ്? ഇല്ല. ഇവനെന്തോ ഞാൻ സ്ക്രീന് ഇങ്ങനെ കളിക്കുമ്പോൾ എന്നെ വലിച്ചിട്ട് എന്തോ ചെയ്യുന്നു ഗൈസ്. ഈ തടിയെ അയ്യാ ഗൈസ് എന്തോ ചെയ്യുന്നു. എന്തെല്ലാം ചെയ്ത് കളിക്കുന്നു ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഇവൻ നമ്മളെ വീട് ചെയ്യാൻ വിടുന്നില്ല. എന്താ പറയാൻ വേണ്ടി വന്നിട്ട് പറ. എന്താ പറയാൻ വേണ്ടി വന്നിട്ട്? ചാർജ് ചെയ്യാനായിന്നാ നോക്കട്ടെ. കൊറേ ചാർജ് ഉണ്ട്. 80 സെക്കൻഡ് ചാർജ് ഉണ്ട് ഗൈസ്. ഇതാടാ പോടാ. 85 ചാർജ് ഉണ്ട്. പോയേട്ടെന്ന് ഞാനിത് ചെയ്ത് നോക്കണടാ.
ഗൈസ് ഈ തടിയും കാരണം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഗൈസ് ആ തടിയും പോയി. ഉറങ്ങാൻ കഴിയുന്നില്ല ഗൈസ്. ഞാൻ ഇറങ്ങി. നമുക്കിത് മൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ആ വുഡ് ഒന്ന് സ്മെൽട്ട് ചെയ്യാൻ വെക്കാം. വുഡെല്ലാം ടോർച്ച് ഉണ്ടാക്കാം. സ്മെൽട്ടാകുന്നില്ല. വുഡ് വെക്കറ്, പ്ലാങ്ക് വെക്കറ്, ഇത് വെക്കണോ? എന്നാലേ കോളാവുള്ളൂ. നമുക്ക് അധികം ഫുഡൊന്നും ഇല്ല ഗൈസ്. ഫുഡെല്ലാം ആക്കണം. ഇതാണ് കോയിൻ. ആ കോയിനൊക്കെ വന്നിട്ട് ഫുഡാക്കാം. ഇതെല്ലാം കൊടുക്കാം. എല്ലാം സ്മെൽട്ട് ചെയ്യാൻ നല്ലതാ. എൻ്റെ ഇൻവെർട്ടർ അറിഞ്ഞ് എട്ട് ഗോള് കിട്ടി. ഇതെല്ലാം നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ചെറുതായിട്ട് കുരച്ച് കഴിയും. ഇത് 64 നമുക്ക് ഇതും കൂടെ ഇത് വെക്കാം. ഇത് കോളായോ നോക്കാം. 12 കോഡ് കിട്ടി. രാത്രി ഇല്ല. 60 ഗോൾ ഉണ്ടാക്കാൻ കഴിയൂ. ഇതിന് നമുക്ക് എടുക്കാം. 63 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിടന്ന ഷീപ്പിനെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ ആക്കി ടോർച്ചിൽ ഇവിടെ വെക്കാം.
ഗൈസ് ഇവിടെ കുറച്ച് ടോർച്ച് എല്ലാം വെച്ച് ഇനി മേലെല്ലാം ടോർച്ച് വെക്കണോ? ഇവിടെ ടോർച്ച് വെച്ച് നൂത്തി നിറയ്ക്കാം. ടോർച്ച് മാറ്റിയാൽ അപ്പാട് ക്രീപ്പർ സോംബി ആയാലും സ്പോൺ ആകും. ഗൈസ് ബേബി വില്ലേജ് സോംബിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടുന്നായിരിക്കും. ഗൈസ് നമ്മളിത് വീട് വെച്ച് വീട് എത്തിയിട്ടുണ്ട്. വീടും കൂടി എല്ലാം വെക്കാം. ഇവിടെയെല്ലാം ടോർച്ച് വെച്ച് ക്ലിയർ ആക്കിയെന്ന് വിചാരിക്കുന്നു. ഇവിടെയും ടോർച്ചൊക്കെ പൊട്ടിയ സ്ഥലത്ത് ക്രീപ്പർ വന്ന് പൊട്ടിച്ച സ്ഥലത്ത് വീടെല്ലാം ഇങ്ങനെ വെക്കാം. സൈഡിൽ ഇങ്ങനെ വെച്ച് നിറയ്ക്കാനായി ടോർച്ച് വെച്ചിട്ട് ഇവിടെയെല്ലാം വെളിച്ചം വരുന്നുണ്ട്. ഇനി അങ്ങോട്ടും കൂടി വെളിച്ചം വേണം. ടോർച്ച് കഴിഞ്ഞു ഗൈസ്. ഈ രാത്രിയായ നോക്കാം ഇവിടെ സോംബി എന്തെങ്കിലും പോണമെന്നുണ്ടോന്ന്. അതെൻ്റെ ഇൻവെർട്ടറി കുറച്ച് ക്ലീൻ ആക്കട്ടെ. ഇനി കുറേ സമയമായിട്ട് ഹങ്കർ കുറഞ്ഞില്ല. അത് ടീസ്പൂണായി പോയി ഗൈസ്. നമുക്ക് ഇൻവെർട്ടറിയിലുള്ള സ്ഥലമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കണം. ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെസ്റ്റ് തുറന്നിട്ട് ആവശ്യമില്ലാത്ത ചവറെല്ലാം ഇവിടെ വെക്കാം. ചവറെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. രാത്രിയാകാനായി ഗൈസ്. ഷീൽഡ് ഒന്നും ഇല്ലാണ്ട് അതിനെ സർവൈവ് ചെയ്യുന്നു.
രാത്രിയാകാത്ത ഗൈസ്, കുറങ്ങാൻ കഴിയുന്നില്ല. അതിന് ഉറങ്ങാൻ കഴിയുമോ? ഞാൻ ഉറങ്ങി. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പൊക്കളായിരുന്നു, ഇതിനെ ശ്രദ്ധിച്ചില്ല. ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനിതിന് ഇത് ചെയ്തിട്ടില്ല, എന്ന് പറയാ മൈൻഡ് ചെയ്തെന്ന് പറയില്ല. കേവിലൊന്നും പോയിട്ട് അയണൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കേവിൽ കുറച്ച് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇറങ്ങുന്നൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി പോകും. ടോർച്ച് വേണം ഗൈസ്, ഞാൻ ടോർച്ച് എടുത്തില്ല. വുഡ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അത് സ്മെൽറ്റ് ചെയ്യണം. മറ്റേ ചപ്പും ചവറില്ല, അത് സ്മെൽറ്റ് ചെയ്യാൻ കഴിയുമോ? നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാൻ കഴിയുമോ? ഒരയനം ഇതുവരെ എനിക്ക് കിട്ടൂല. ഞാൻ പറഞ്ഞു എനിക്കൊരു അയനം പോലും കിട്ടൂലെന്ന്. ഞാൻ നേരത്തെ മൈൻഡ് ഒരു അയനം പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ 12 ടോർച്ച് ഉണ്ടാക്കാം, 16 ടോർച്ച് ഉണ്ടാക്കാം. ഇനി ഞങ്ങൾക്ക് 24 ടോർച്ച് ഉണ്ടാക്കി. ഇനി 28 ടോർച്ച് ഉണ്ടാക്കി. കുറേ സമയം എടുക്കുന്നുണ്ട് ഗൈസ് മെൽറ്റ് ചെയ്യേ. നമുക്ക് സ്കെറ്റിങ്സിൽ പോവാം. ഇതെല്ലാം നമുക്ക് ഓഫ് ആണ്. ഡേയ്സ് 4 ആയി. നാലാമത്തെ ഡേ 4 ഡേ വരെ സർവൈവ് ചെയ്ത്. ഇനി 4 ടോർച്ചും കൂടി ഉണ്ടാക്കാം. ഗൈസ് ഇത് 3 സ്മെൽട്ടായി.
ഞാൻ കുറച്ചും കൂടി സ്മെൽട്ടാണോ? മുപ്പത്തെട്ട് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ അത്ര ടോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മൈൻ ചെയ്യാം. പോവാ. നമുക്ക് മൈൻ ചെയ്ത് പോവാം. നമുക്ക് നേരെ സ്ട്രൈറ്റായിട്ട് മൈൻ ചെയ്യാം. സ്വാമീൻ്റെ അച്ഛനും കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ കേവ് ഉണ്ടാവും. നമുക്ക് ഇനി ശവലിനെ കൊണ്ട് മൈൻ ചെയ്യാം. സ്വാമീൻ്റെ അച്ഛൻ കൂടിക്കൂടി വരുന്നുണ്ട്. ഈ സ്ഥലം നമുക്ക് മാറ്റി പിടിക്കാം. ഇവിടെ ഒരു കേവ് ഉണ്ട്. ഇവിടെ കേവ് അയണൊന്നും കിട്ടിയില്ല. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ മൈൻ ചെയ്ത് നോക്കാം. അങ്ങോട്ട് വെറുതെ കുഴിച്ചു പോയി ഗൈസ്. ഗൈസ് ഇവിടെയൊക്കെ രാവിലാണ്. ഇതും കൂടി മൈൻ ചെയ്യാം. ഇപ്പോൾ സ്വാമീൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഓടിയ. ഞാനൊന്ന് മേലെ കയറിയിട്ട് ഇത് പറയാം. ഇനി നമുക്ക് വീടിങ്ങി നോക്കാം. ഗൈസ് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗൈസ് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക്